എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LG നോർമൽ AC ഒരു PCB ആണ്. ഇത് നോ പവർ ഇഷ്യൂ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് ഇൻവെർട്ടർ അല്ല, നോർമൽ നോൺ ഇൻവെർട്ടർ സാധാ AC ആണ് അത്. അപ്പോൾ ഇത് ഓൺ ആകുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻ്റാണ് നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ആദ്യം നമുക്ക് ഇത് കൊടുത്തിട്ട് ഇതിനകത്ത് സപ്ലൈ കാര്യങ്ങളെല്ലാം വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം മറ്റുള്ള കാര്യത്തിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ബോർഡിൽ തന്നെയാണ് ഇതിൻ്റെ നോൺ ഓഫ് കൺട്രോളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഇത് പവർ പ്ലഗ് ചെയ്യാണ്. പവർ പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ നമുക്കൊരു പവർ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 സെക്കൻഡ് എടുക്കും ഇതൊന്ന് ഓണായി വരാൻ. ഇതങ്ങനെ പവർ പ്ലഗ് ചെയ്തിട്ടൊന്നും ഓണാവുന്നില്ല. ഓക്കെ, നമുക്ക് ഇതിനകത്തുള്ള പവർ സപ്ലൈ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിൽ എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് നോക്കാം. AC 236 വോൾട്ട്, അതായത് നമ്മുടെ AC മെയിൻ ഉണ്ട്. നമുക്കിടെ ഔട്ട്പുട്ട് ഈ ഒരു ചോപ്പറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന ഡയോഡാണിത്. ഈ ഡയോഡിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ട്? അല്ല, നമ്മൾ DC മോഡിലിടണം വോൾട്ടേജ്. നേരത്തെ AC-ലാണ് കിടന്നത്, DC-യിൽ കിടന്നാലേ വോൾട്ടേജ് കാണിക്കുള്ളൂ. അപ്പോൾ ഇവിടെ എത്ര വോൾട്ട്? ഇവിടെ വോൾട്ടേജ് യാതൊന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് പവർ സപ്ലൈ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വർക്കിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ പവർ സെക്ഷനിലുള്ള കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമുക്ക് തുടക്കം തന്നെ സ്റ്റാർട്ട് ചെയ്ത് വരാം. ഇപ്പോൾ നമുക്കിവിടെ AC ഇന്നാവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബ്രിഡ്ജ് റെക്ടിഫയർ ഫിൽറ്ററിങ് കഴിഞ്ഞ് ബ്രിഡ്ജ് റെക്ടിഫയറിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ട് നോക്കാം. ഇവിടെ 211 വോൾട്ട് വരുന്നുണ്ട് ബ്രിഡ്ജ് റെക്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പോസിറ്റീവ് സൈഡിൽ ഒരു ഡയോഡും കൂടെ ഇട്ടിട്ട് ആയിരിക്കും ഇതിൻ്റെ മെയിൻ ഈ ഒരു സ്വിച്ചിങ് ഐസിലോട്ട് പോകുന്ന വോൾട്ടേജ് വരുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജ് റെക്ടിഫയറിൽ ഇവിടെയാണ് ഇതിൻ്റെ സീറോ ക്രോസിങ് ലൈൻ വരുന്നത്. അപ്പോൾ സീറോ ക്രോസിങ് ലൈനിലെ സ്വിച്ചിങ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു പോസിറ്റീവ് സൈഡിൽ ഒരു ഡയോഡും കൂടെ ഇവിടെ ഇട്ടിരിക്കും. എങ്കിൽ മാത്രമേ നമുക്കിവിടെ സീറോ ക്രോസിങ്ങിൻ്റെ സ്വിച്ചിങ് നടക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മെയിൻ ഫിൽറ്റർ ക്യാപ്പ് അതിനെ ആ സ്വിച്ചിങ്ങിനെ ബ്ലോക്ക് ചെയ്യും. ആ ബ്ലോക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്വിച്ചിങ് ഡയോഡുണ്ട്. അപ്പോൾ ആ ഡയോഡിൽ നമുക്ക് 212 വോൾട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ വരേണ്ട 212 അല്ല. ഈ സ്വിച്ചിങ് ഡയോഡിന് ശേഷം ഈ ഒരു പോസിറ്റീവിലുള്ള ഈ ഒരു ഡയോഡിൻ്റെ ഒരു വശത്ത് 210 വോൾട്ടും അതിൻ്റെ പോസിറ്റീവ് സൈഡിൽ നമുക്കിവിടെ 320 വോൾട്ടോളം വരണം. പക്ഷേ അവിടെ 320 വോൾട്ടോളം ഇല്ല. അതായത് ഈ നമ്മുടെ ട്രാൻസ്ഫോമറിലോട്ട് വോൾട്ടേജ് എത്തുന്നില്ല, അതായത് ചോപ്പറിലോട്ട് വോൾട്ടേജ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു NDC ഉണ്ടാവും. ഈ NDC ഓപ്പൺ ആണ്. ഇവിടെ ഈ NDCയുടെ ഒരു സൈഡിൽ നമുക്ക് വോൾട്ടേജ് ഉണ്ട്, മറു സൈഡിൽ വോൾട്ടേജ് ഇല്ല. ഓക്കെ, അപ്പോൾ ഈ NDC ഓപ്പൺ ആണ്. പിന്നെ പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പവർ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ NDCയിൽ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. NDC എത്ര കിലോ ഓംസ് ഉണ്ടെന്ന്. ഇവിടെ മെഗാ ഓംസിലാണ് കാണിക്കുന്നത്, ഇവിടെ വെറും ഓംസിലേ കാണിക്കാറുള്ളൂ. അപ്പോൾ ഈ NDC ഇപ്പോൾ ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ NDC ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ ഇതിന് ശേഷം ഇൻറ്റേർണലി ഈ സൈഡിലൊരു ഷോർട്ടിങ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ബസർ മോഡിൽ ഇട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഈ ഒരു കപ്പാസിറ്റർ മെയിൻ ഫിൽറ്റർ കപ്പാസിറ്ററിൽ ഷോർട്ടിങ് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. യെസ്, അവിടെ ഷോർട്ടിങ് ആണ്. അപ്പോൾ അവിടെ എന്താണ് ഷോർട്ടിങ് എന്നുള്ളതെന്ന് ആദ്യം അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ നമുക്കിടെ സ്വിച്ചിങ് IC ഈ വരുന്ന സ്വിച്ചിങ് IC ഷോർട്ടിങ് ആവാനാണ് സാധ്യത. അപ്പോൾ ആ സ്വിച്ചിങ് IC ആദ്യം നമുക്കൊന്ന് അതിൻ്റെ ഒന്നാമത്തെ പിന്ന് ഡ്രെയിൻ
പിന്നെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം ഷോട്ടിങ് മാറുമോ ഇല്ലയോ എന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്വിച്ചിങ് ഐ സിയുടെ ഈ ഡ്രെയിൻ പിന്ന് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഷോട്ടിങ് ഉണ്ടെന്ന് നോക്കാം. യെസ്, ഇല്ല. ഓക്കെ, ഇപ്പോൾ ആ ഷോട്ടിങ് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വിച്ചിങ് ഐ സി ഷോട്ടിങ് ആയിട്ടാണ് ഈ ഒരു റെസിസ്റ്റൻസ് NDC എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു റെസിസ്റ്റൻസ് കത്തിപ്പോയിരിക്കുന്നത്, ഓപ്പൺ ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കമ്പോണൻസുകളും റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് സീരിയൽ കൊടുത്തൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതാണ് എരിഞ്ഞ് കത്തിപ്പോയിട്ടുള്ളത്. നമുക്കിടെ സ്വിച്ചിങ് ഐ സി കൂടെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിലിരുന്ന സ്വിച്ചിങ് ഐ സി. ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് TNY 266PN. ഓക്കെ, TNY 266PN. അപ്പോൾ അത് രണ്ടും മാറ്റാം. ഈ പാഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് വേറൊരു IC TNY 266PN വേറൊരു IC എടുത്തിട്ടുണ്ട്. അപ്പോൾ NDCക്ക് പകരം ഞാനിവിടെ 10 ohmസിൻ്റെ 2 watt 10 ohmസിൻ്റെ ഒരു റെസിസ്റ്റൻസ് ആണ് ഇടാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കണക്ഷൻ സീരിയലിലൊന്ന് കണക്ഷൻ കൊടുത്തിട്ട് ഇതിൻ്റെ പവർ സപ്ലൈ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാം. പവർ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഓണായതിൻ്റെ ഒരു ഇത് കാണിച്ചിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഫിൽറ്റർ കപ്പാസിറ്ററിൽ എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് നോക്കാം. ഇവിടെ 209 വോൾട്ടേ വരുന്നുള്ളൂ. ഇപ്പോഴും ഡ്രെയിനിലും അതേ സെയിം വോൾട്ടേജ് വരുന്നുണ്ട്. 209 വോൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു IC വർക്ക് ചെയ്യത്തില്ല. IC വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ 300 വോൾട്ട് വരണം. 300 വോൾട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഈ ഒരു IC വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ദാറ്റ് മീൻസ് ഈ ഒരു കപ്പാസിറ്റർ കംപ്ലൈൻ്റ് ആണ്, അവിടെ വോൾട്ടേജ് ബൂസ്റ്റപ്പ് ആവുന്നില്ല. അപ്പോൾ ഈ കപ്പാസിറ്റർ നമുക്കൊന്ന് മാറ്റണം. അതിൻ്റെ മെയിൻ ഫിൽറ്റർ കപ്പാസിറ്റർ 10 UF 500 വോൾട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു കപ്പാസിറ്റർ ഇല്ല. ഇത് 10 UF 500 വോൾട്ടാണ് എൻ്റെ ഇരിക്കുന്നത്. 22 UF 450 വോൾട്ട്. ഓക്കെ, അപ്പോൾ ഈ കപ്പാസിറ്ററാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് പവർ കൊടുത്തിട്ട് ആ വോൾട്ടേജ് 300 വോൾട്ട് ബൂസ്റ്റപ്പ് ആയിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കാം. അപ്പോൾ പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ 320 വോൾട്ട് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. അവിടെ ഔട്ട്പുട്ടിൽ എത്ര വോൾട്ടേജ് ഉണ്ട്? ഔട്ട്പുട്ടിൽ 1.5.
1.5 വോൾട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫീഡ്ബാക്ക് ലൈനും കൂടെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് ലൈൻ ഓക്കെയാണ്. ഞാൻ ഒന്നുകൂടെ പവർ കൊടുത്തിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യണേ. ഔട്ട്പുട്ടിൽ എത്ര വോൾട്ടേജ്? ഇപ്പോഴും 1.2 വോൾട്ട് ആണ് നിൽക്കുന്നത്. ഇനി ഇവിടുത്തെ ഈ ഒരു ഒക്ടോ കപ്ലർ അതും കൂടെ നമുക്കൊന്ന് റീപ്ലേസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒക്ടോ കപ്ലറും കൂടെ പോയിട്ടുണ്ടാവും, ഈ ഒരു ഒക്ടോ കപ്ലർ. അപ്പോൾ ഇതിന് പകരം നമുക്കൊരു പുതിയ ഒക്ടോ കപ്ലറും കൂടെ ഇടാം. അപ്പോൾ ആ ഒക്ടോ കപ്ലർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പൊസിഷൻ കാര്യങ്ങളൊന്നും കൂടെ ചെക്ക് ചെയ്യണം. ഓക്കെ, കറക്റ്റ് പൊസിഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഒന്നും കൂടെ നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. സോ സെയിം ഒരു ഇതിൽ തന്നെയാണ് നിൽക്കുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ്. ICയുടെ ഡ്രെയിനിൽ കറക്റ്റായിട്ട് 319 വോൾട്ട് വരുന്നുണ്ട്. എന്നിട്ടും ഈ ഔട്ട്പുട്ടിൽ നമുക്ക് 1.4 വോൾട്ട് അത്രയും ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് വേറെ എന്താണ് ഇഷ്യൂ എന്നുള്ള കാര്യം ഇനി ചെക്ക് ചെയ്യണം. ഒന്ന് നമുക്ക് ചോപ്പർ കംപ്ലൈൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഒന്ന് വിശദമായിട്ട് ഇളക്കി പരിശോധിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പവർ സപ്ലൈ റെഡി ആയിട്ടുണ്ട്. പ്രശ്നം പറ്റിയിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ICയിൽ തന്നെയായിരുന്നു. ഞാൻ മാറ്റിയിട്ടത് ഈ ഒരു ICയാണ് ഞാൻ മാറ്റിയിട്ടത്. അപ്പോൾ ഈ ഒരു IC കംപ്ലൈൻ്റ് ആയിരുന്നു. ഈ IC കംപ്ലൈൻ്റ് ആയതുകൊണ്ടിരുന്നാണ് ഔട്ട്പുട്ടിൽ 1 വോൾട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വേറൊരു ബോർഡിൽ നിന്ന് അഴിച്ചെടുത്ത് ഒരു IC TNY 266PM എന്നുള്ള ഒരു IC ഇളക്കി ഇതിനകത്തിട്ടു. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ബോർഡ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഇപ്പോൾ ഈ ബോർഡ് ഓണാണ്. അപ്പോൾ പവർ ഓൺ ആവുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫാൻ മോട്ടർ പവർ സപ്ലൈ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാലും ഈ ഫാൻ മോട്ടറിൻ്റെ ഔട്ട്പുട്ട് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇതിൻ്റെ ഫാൻ മോട്ടർ കൂടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് ഞാനൊന്ന് പവർ ചെയ്യണം. ഓക്കെ, പവർ എടുത്ത് ഓണാക്കി. അപ്പോൾ നമുക്കിവിടെ 26 എന്നുള്ള ഒരു വന്നിട്ടുണ്ട്. ഇനി മോട്ടർ ഇവരെ എടുത്തിട്ടില്ല. ഓക്കെ, മോട്ടറിന് കുഴപ്പങ്ങളൊന്നുമില്ല. മോട്ടർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഈ ഒരു ബോർഡ് നമ്മൾ പവർ സപ്ലൈ റിപ്പയർ ചെയ്യുമ്പോൾ സമയത്ത് നമ്മുടെ ഈ ഒരു മോട്ടറും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പവർ സപ്ലൈ ഇഷ്യൂ ആയിട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു സീറോ ക്രോസിംഗ് സർക്യൂട്ടിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ആവാറുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിൽ ആ പ്രശ്നമില്ല. ആ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മോട്ടർ ഈ ഒരു പ്രോപ്പറായിട്ട് ഇങ്ങനെ കറങ്ങത്തില്ല. പക്ഷേ ഇപ്പോൾ പ്രോപ്പറായിട്ട് മോട്ടർ കറങ്ങുന്നുണ്ട്. ഈ ഒരു ബോർഡ് സക്സസ്ഫുള്ളായിട്ട് റിപ്പയർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.